ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന അങ്ങയുടെ മാറ്റമില്ലാത്ത തിരുവചനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അടിയങ്ങൾ അല്പസമയം ചിന്തിക്കുന്ന വിഷയങ്ങളിൽ ദൈവത്തിന്റെ കൃപയുണ്ടാകണമേ. അത് ഞങ്ങൾക്ക് ആത്മീക വർധനമെന്ന് അവിടുത്തെ പൊന്നുനാമം ഞങ്ങളിൽ മഹത്വപ്പെടുത്തേണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പ്രിയപിതാവേ. കൊരിന്ത്യരുടെ രണ്ടാമത്തെ ലേഖനം അതിന്റെ 3-ാം അധ്യായം 16, 17, 18 ആ വേദഭാഗം ഒന്നുകൂടെ വായിപ്പാനായിട്ട് ഞാൻ കർത്താവിന്റെ കൃപയിൽ നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിപ്പാനായിട്ട് അപേക്ഷിക്കുന്നു. അതിന്റെ 18-ാമത്തെ വാക്യം മാത്രം സമയക്കുറവിനാൽ ദയവായി വായിക്കും. എല്ലാവരും ആത്മാവതാരമായി ദേശം പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് ഈ തിരുവചന ഭാഗം നമുക്ക് ചിന്തിപ്പാനായി ദൈവം സഹായിച്ചുകൊണ്ടിരുന്നു. നമ്മൾ ചിന്തിച്ചതാകുന്ന വിഷയം കർത്താവിലേക്ക് തിരിയുമ്പോൾ സംഭവിക്കുന്നതാകുന്ന ആത്മീക വ്യത്യാസങ്ങളെ കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവിലേക്ക് തിരിയുക എന്നതിനാൽ ദൈവവചനം അർത്ഥമാക്കുന്ന 2 പ്രധാനപ്പെട്ട അർത്ഥങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. പഴയ നിയമത്തിൽ മനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നതിനെ കുറിച്ച് ആ വാക്ക് അർത്ഥമാക്കുന്നു. പുതിയ നിയമത്തിൽ വീണ്ടും ജനനത്തെ കുറിച്ച് ആ പ്രത്യേക പദം അർത്ഥമാക്കുന്നു. അങ്ങനെയെങ്കിൽ വീണ്ടും ജനിക്കുകയും മാനസാന്തരപ്പെടുകയും അങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നതാകുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1, മൂടുപടം മാറും. 2, പരിശുദ്ധാത്മാവിനാൽ നാം ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കും. അതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അല്പം വിശദമായിട്ട് ചിന്തിച്ചു. 3-ാമതായിട്ട് അല്ലെങ്കിൽ 3-ാമത് എന്ന് പറയുന്നതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ 1 അവസാനമായിട്ട് ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ ബൈ ദ സ്പിരിറ്റ്. രൂപാന്തരം പ്രാപിക്കും, ആത്മാവിനാൽ രൂപാന്തരം പ്രാപിക്കും. ആ വിഷയമാണ് ഇന്ന്. അത് മുഴുവൻ പറയാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് അതിന്റെ അല്പം ചില കാര്യങ്ങൾ മാത്രം നമുക്ക് ചിന്തിക്കും. ഈ വേദഭാഗം അല്ലെങ്കിൽ ഈ വാക്യം തന്നെ ഇറ്റ് ഈസ് എ ടൈറ്റ്ലി പാക്ഡ് വേർഡ്സ്. വളരെ ഒത്തിരി കാര്യങ്ങൾ തിക്കിക്കൊള്ളിച്ചിരിക്കുന്ന ഒരു വേദഭാഗം മാത്രമല്ല, ഈ വേദഭാഗത്തിന്മേലുള്ളതാകുന്ന പ്രകാശനം എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം പകരുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പല പുതിയ ചിന്തകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിലേക്ക് തന്നു. നിങ്ങൾക്കത് പുതിയതാകണമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് പുതിയ ചിന്തകൾ തന്നെ, പഴയ ചിന്തകൾ തന്നെയാണ്, വേദപുസ്തകത്തിലുള്ള കാര്യം തന്നെയാണ്. പക്ഷെങ്കിൽ എനിക്ക് അത് വ്യക്തമായി കാണാൻ കഴിഞ്ഞത് ഈ വേദഭാഗം കൂടുതലായി ധ്യാനിച്ചപ്പോഴാണ്. അപ്പൊ ആ കാര്യം ഷെയർ ചെയ്യുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. പരിശുദ്ധാത്മാവിനാൽ അല്ലെങ്കിൽ ആത്മാവിനാൽ ഉള്ളതാകുന്ന രൂപാന്തരീകരണം, മാറ്റം, being changed, being transformed, ഇതിനുപയോഗിച്ചിരിക്കുന്നതാകുന്ന പദം തന്നെ നമുക്ക് ഇംഗ്ലീഷിലൊക്കെ പരിചയമുള്ള ഒരു പദമുണ്ട്. മെറ്റാമോർഫോസിസ് എന്ന് പറയും. മെറ്റാമോർഫോസിസ് ഗ്രീക്കില് ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റാമോർഫോ എന്ന പദം. ഈ പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷ് വേദപുസ്തകത്തില് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ മെറ്റാമോർഫോസിസ് എന്ന പദം ഉണ്ടായിരിക്കുന്നത്. ഈ പദം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും. ഉപയോഗിക്കുന്നത് ഒരു ചെറിയ ലാർവ അല്ലെങ്കിൽ ഒരു പുഴു പോലെ ഇരിക്കുന്ന ഒരു ജീവി കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും.
പിന്നെ അതിന്റെ അറ്റത്ത്, അതിന്റെ മുഖത്തിന്റെ അറ്റത്ത് ചില ഫീലേഴ്സ് ഒക്കെ ഉണ്ടാകും. കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിന്റെ ശരീരം ഒന്നുകൂടെ ഒന്ന് ചുരുങ്ങാൻ തുടങ്ങും. അത് കഴിയുമ്പോൾ കൊച്ചു ചിറകുകൾ ഉണ്ടാകാൻ തുടങ്ങും. അങ്ങനെ ചില ആഴ്ചകളോ അല്ലെങ്കിൽ ദിവസങ്ങളോ ഉള്ളിൽ പുറത്തു നിന്നല്ലാതെ അതിനുള്ളിൽ തന്നെ ഉള്ളതാകുന്ന ആ പ്രത്യേക പ്രകൃതി നൽകിയതാകുന്ന ആ ശക്തി ഉപയോഗിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് അകത്തു നിന്ന് പുറത്തേക്ക് വരുന്ന ആ ചേഞ്ച്, ആ വ്യത്യാസത്തെയാണ് മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. ഇത് ഒരു പുഴുവിൽ നിന്ന് ഒരു ചിത്രശലഭം, മനോഹരമാകുന്ന ഒരു ചിത്രശലഭം ഉണ്ടാകുന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് മെറ്റാമോർഫോസിസ്, രൂപാന്തരം. പുതിയ നിയമത്തിൽ ഈ പദം ഞാൻ ഒരുപക്ഷെ ഈ പറയുന്ന കാര്യം മാത്രമേ പറയുന്നുണ്ടെങ്കിൽ അത് മാത്രം ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ പറയുന്ന കാര്യം വ്യക്തമായിട്ട് പറയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. പുതിയ നിയമത്തില് ഈ പദം ഉപയോഗിച്ചിരിക്കുന്ന 1-2 വേദഭാഗങ്ങളുണ്ട്. നമുക്ക് പരിചയമുള്ള വേദഭാഗങ്ങളായതുകൊണ്ട് ഞാൻ അതിന്റെ റെഫറൻസ് മാത്രം പറഞ്ഞു പോകാം. 2-3 വേദഭാഗങ്ങൾ പ്രധാനമായിട്ട്. ഒന്ന് മത്തായിയുടെ സുവിശേഷം 17:2, മർക്കോസിന്റെ സുവിശേഷം 9:2. ഈ 2 വേദഭാഗങ്ങളും നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിന്റെ ഐഹിക ജീവിതകാലത്ത് താന് തന്റെ ശിഷ്യന്മാരെ കൂട്ടി ഉയർന്ന ആ മലയിലേക്ക് പോയി. അവിടെ എഴുതിയിരിക്കുന്ന പദം അവരുടെ മുൻപാകെ താന് രൂപാന്തരപ്പെട്ടു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഇത് തന്നെ, മെറ്റാമോർഫോ. അപ്പോൾ അതുവരെ അവർ കാണാതിരുന്ന ഒരു തേജസ് ഈ ശിഷ്യന്മാർ കാണുകയും അതുവരെ അവരെ പോലെ തന്നെ അവർക്ക് തോന്നിയിരുന്ന കർത്താവ് പെട്ടെന്ന് രൂപാന്തരപ്പെട്ടു. തേജസ് ഉള്ള ഒരു ശരീരം അവർ കാണുകയും. അപ്പോൾ ഈ വ്യത്യാസത്തെയാണ് വേദപുസ്തകം രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞത് കൊണ്ട് അർത്ഥമാക്കുന്നത്. രൂപാന്തരപ്പെടുക, അതുവരെ ഇല്ലാതെ ഇരുന്ന മറ്റൊരു അവസ്ഥയിലേക്ക് ഒരു വ്യക്തിക്കോ വസ്തുവിനോ ഉണ്ടാകുന്ന അടിസ്ഥാനപരമാകുന്ന ചേഞ്ച്, വ്യത്യാസത്തെയാണ് രൂപാന്തരം എന്ന പദത്തിനാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേ വേദഭാഗം തന്നെയാണ്, ഇതേ പദം തന്നെയാണ് റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞേക്കുന്നത്. അതിങ്ങനെയാണ്: ഈ ലോകത്തിന് അനുരൂപമാകാതെ, പിന്നെ നന്മയും പ്രസാദവും. അപ്പോ ഈ ലോകത്തിന് അനുരൂപമാകാതെ നിങ്ങൾ മനസ്സ് പുതുക്കി ഉള്ളിൽ നിന്ന് എന്തുണ്ടാകണം? രൂപാന്തരം ഉണ്ടാകണം. രൂപാന്തരപ്പെടുക എന്നുള്ളത് വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വ്യത്യാസം നിങ്ങളെല്ലാവരും പിടിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ 2 കൊരിന്ത്യർ 5:17 ഇങ്ങനെ പറഞ്ഞു: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ അവൻ സമ്പൂർണമായി മാറുകയും അവന് രൂപാന്തരം വരികയും അവന് വ്യത്യാസം വരികയും. അപ്പൊ ഈ കാര്യത്തെ കുറിച്ചാണ് രൂപാന്തരീകരണം, രൂപാന്തരം പ്രാപിക്കുക
എന്നതിനാൽ ദൈവവചനം അർത്ഥമാക്കുന്നു രൂപാന്തരം പ്രാപിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന കാര്യം, നമ്മൾ ഒന്ന് പ്രാരംഭമായിട്ട് കണ്ടു, മൂടുപടം കിടന്നിരുന്നു, അത് മാറുന്നു. 2, സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. 3, നമുക്ക് രൂപാന്തരം ഉണ്ട്. ഈ രൂപാന്തരം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ആ കാര്യം മാത്രം പറഞ്ഞ് അടുത്ത ആഴ്ചയിൽ ബാക്കി പറയാൻ എനിക്ക് ഒട്ടുള്ളൂ. ആക്ച്വലി ഇത് ഒറ്റ ഒരു പാക്കേജായിട്ട് എനിക്ക് തരണമെന്നാ ഞാൻ ഓർത്തത്. നിർഭാഗ്യവശാൽ നമുക്ക് അതിന്റെ സമയമില്ല. നമ്മൾ എങ്ങനെയാണ് രൂപാന്തരപ്പെടുന്നത്? ഈ വേദഭാഗം എന്താ പറയുന്നത്? ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ ആ വേദഭാഗം ശ്രദ്ധിച്ചാൽ അത് തുടങ്ങുന്നത് ഇങ്ങനെ: മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഈ വാക്കുകൾ ഓരോന്നും നമ്മൾ ചിന്തിക്കണം. അപ്പോൾ രൂപാന്തരപ്പെടുന്നതിന് കാരണമായി തീരുന്നത് എന്താണെന്ന് അവിടെ ആദ്യം പറയും. നമ്മൾ രൂപാന്തരപ്പെടുന്നതിന് കാരണമായി തീരുന്നത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? രൂപാന്തരപ്പെടുന്നു. ആ വാക്കിന് അല്പം വിശദീകരണം ആവശ്യം. പ്രതിബിംബിക്കുക എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മലയാളത്തിൽ അതിന്റെ റൂട്ട് മീനിങ് എനിക്കറിയത്തില്ല. സാധാരണഗതി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലേമാന് മനസ്സിലാകുന്ന ഒരുപക്ഷെ ഡിക്ഷണറിയിൽ വേറെ ഒന്നുകൂടെ വ്യക്തമാകുന്ന ആശയം അതിന് കാണും. അതുകൊണ്ടായിരിക്കാം ആ വാക്ക് തന്നെ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. എനിക്കറിയാവുന്നത് ഇത്രയേ ഉള്ളൂ. പ്രതിബിംബിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്നിന്റെ റിഫ്ലക്ഷൻ എന്നുള്ളത്. എന്നാൽ ഈ വേദഭാഗം നമ്മൾ അല്പം കൂടെ ഒന്ന് വിശദമായി ചിന്തിച്ചാൽ, പ്രത്യേകിച്ച് മറ്റ് ചില ഭാഷാന്തരങ്ങളോടെ ഒന്ന് ചേർത്ത് ചിന്തിച്ചാൽ, ആ വാക്കിന് ഒന്നുകൂടെ ആഴമാകുന്ന ഒരർത്ഥമുണ്ട്. ആ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടെത്താം. ഇവിടെ പറയുകയാണ്, കർത്താവിന്റെ തേജസ്സിനെ നമ്മൾ പ്രതിബിംബിക്കുന്നു. പ്രതിബിംബിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷ് വേദപുസ്തകത്തില് പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ബിഹോൾഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കുക എന്ന അർത്ഥം വരുന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റൊന്ന് റിഫ്ലക്ട് ചെയ്യുക. ന്യൂ ഇന്റർനാഷണൽ വെർഷനില് റിഫ്ലക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അതിനൊരു ഫുട് നോട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഫുട് നോട്ട് എന്താണെന്നറിയോ? കണ്ടംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ, റിഫ്ലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരു പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന ആ അർത്ഥമല്ല. നേരെ മറിച്ച് ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ആഴമായി ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, അകത്തെ കണ്ണുകളാൽ അതിനെ വളരെ വ്യക്തതയോടെ ദർശിക്കുമ്പോൾ ആ കാര്യത്തിന് എന്താ പറയുന്നത്? ആ അർത്ഥമാണ് ഈ വാക്കിലുള്ളത്. ഇംഗ്ലീഷിൽ തന്നെ ചിന്തിക്കുക എന്നുള്ളതിന് റിഫ്ലക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നു, റിഫ്ലക്ട് ഓൺ വാട്ട് ഐ ആം റൈറ്റിംഗ് ടു യു, God will give you insight into all these. ഞാൻ പറയുന്നത് തന്നെ ചിന്തിച്ചു കൊള്ളുക, കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി തരുമല്ലോ. റിഫ്ലക്ട് ചെയ്യുക, പ്രതിബിംബിക്കുക എന്ന വാക്കിന്റെ അർത്ഥം ഒരു പ്രത്യേക കാര്യത്തെ ധ്യാനിക്കുകയും അത് തന്നെ നമ്മുടെ ധ്യാന വിഷയമായിരിക്കുകയും ഉള്ളിന്റെ ഉള്ളിൽ ആ കാര്യങ്ങളെ നമ്മൾ കേന്ദ്രീകരിച്ച്
ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതമായി തീരുകയും ചെയ്യുന്ന ആ അനുഭവത്തെയാണ് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുക എന്നതിനാൽ അർത്ഥമാകുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പ്രതിബിംബിക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ഒരു പ്രത്യേക വിഷയത്തെ അകക്കണ്ണുകളാൽ കണ്ട് അതിനെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ രൂപാന്തരം ഉണ്ടാകാനായിട്ട് ഉള്ള ആ ആദ്യത്തെ അടിസ്ഥാനപരമാകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുക. പ്രിയമുള്ളവരെ, ഇവിടെ എന്തിനെയാണ് പ്രതിബിംബിക്കേണ്ടതെന്നും എന്ത് പ്രതിബിംബിക്കുമ്പോഴാണ് രൂപാന്തരം വരുന്നതെന്നും പൗലോസ് പറയും. മനസ്സിലാകുന്നുണ്ടോ? പ്രതിബിംബിക്കണം, ചിന്തിക്കണം, ധ്യാനിക്കണം. അത് നമ്മുടെ ധ്യാന വിഷയമാകണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തോ ഉണ്ടാകുന്നു? രൂപാന്തരം ഉണ്ടാകും. മനസ്സിലാക്കണേ? രൂപാന്തരം ഉണ്ടാകുന്നതിന് പറഞ്ഞിരിക്കുന്ന വഴി നമ്മൾ പ്രതിബിംബിക്കുക, ധ്യാനിക്കുക, കാണുക, ചിന്തിക്കുക. അത് നമ്മുടെ കേന്ദ്ര വിഷയമാകുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ രൂപാന്തരം ഉണ്ടാകും. ഇനി ഇവിടെ എന്തിനെയാണ് പ്രതിബിംബിക്കേണ്ടത് അല്ലെ ധ്യാനിക്കേണ്ടത്? എന്തിനെയാണ്? ഞാനീ പറയുന്ന ഒന്നും ഞാൻ എങ്ങോന്ന് കൊണ്ടുവന്നതല്ല. ഐ ടെൽ യു, ദൈവസന്നിധാനത്തിൽ അനേക സമയം ചെലവഴിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് തന്ന പ്രകാശന. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് കിട്ടും, എനിക്ക് മാത്രമൊന്നുമല്ല. അവിടെ എഴുതിയേക്കുക എന്തിനെയാണ് പ്രതിബിംബിക്കേണ്ടത്? കർത്താവിന്റെ തേജസ്. അപ്പോൾ കർത്താവിനെ പോലെ ആയിത്തീരുവാൻ കർത്താവ് എങ്ങനെ ആയിരിക്കുന്നോ അതുപോലെ നമ്മൾ അനുരൂപപ്പെടാൻ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന വഴി എന്താ? കമോൺ, നിങ്ങൾ പറ. കർത്താവിന്റെ തേജസ്സിനെ ധ്യാനിക്കണം, പ്രതിബിംബിക്കണം. എത്രത്തോളം കർത്താവിന്റെ തേജസ്സിനെ ഒരാൾ പ്രതിബിംബിക്കുന്നുവോ, ധ്യാനിക്കുന്നുവോ, ചിന്തിക്കുന്നുവോ, അത്രത്തോളം മാത്രം ആ വ്യക്തി യേശുവിനെ പോലാകും. ഇവിടുത്തെ വാക്യം നമ്മൾ മനസ്സിലാക്കണേ. നമ്മൾ എങ്ങനെയാകുന്നു? അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് വിശദീകരണം ആവശ്യമാണ്. അടുത്ത ആഴ്ചയിൽ കർത്താവിന്റെ വരവ് ആവശ്യം പറയാം. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന വിഷയം, the more you reflect on the glory of Jesus, the more you are Christ-like. ഇങ്ങനെ പറയാറുണ്ടല്ലോ, you are what you think എന്ന് പറയാറുണ്ട്. നമ്മൾ ആരാ? നമ്മൾ ഉള്ളിൽ ചിന്തിക്കുന്നതാണ് നമ്മൾ പുറത്തായിരിക്കുന്നത്. ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ എന്താണോ അത് സംവേർ എപ്പോഴെങ്കിലും അത് പുറത്തു വരും. ഉള്ളിന്റെ ഉള്ളിൽ വാട്ട് വി തിങ്ക് വി ബിക്കം. അതുകൊണ്ടല്ലേ ആ ഫേമസ് ഒരു കൊട്ടേഷൻ ഉണ്ടല്ലോ, അത് ഞാൻ പല പ്രവൃത്തി പറഞ്ഞിട്ടുണ്ട്. സോ എ തോട്ട് എന്നൊക്കെ പറയുന്ന ആ കാര്യം. അപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ എന്താ, അതാണ് അൾട്ടിമേറ്റ്ലി ഒരാളായിത്തീരുന്നത്. അതാ പൗലോസ് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുകയാണ്, കർത്താവിനെ പോലെ ആകണമെന്നാണോ നമ്മുടെ ആഗ്രഹം? എന്റെ ആഗ്രഹം അതാണോ? എങ്കിൽ അതിനുള്ള വഴി ഞാൻ കർത്താവിന്റെ തേജസ്സിനെ എന്ത് ചെയ്യണം? ധ്യാനിക്കണം. കർത്താവിന്റെ തേജസ്സിനെ ഞാൻ ധ്യാനിക്കണം, അതിനെ പ്രതിബിംബിക്കണം, അതിനെ റിഫ്ലക്ട് ചെയ്യണം, അതിനെ കണ്ടംപ്ലേറ്റ് ചെയ്യണം, അതിനെ വീക്ഷിക്കണം. The more I do, the more Christ-like I become.
വേദപുസ്തകത്തിലെ വാക്യമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ എത്രത്തോളം അത് ചെയ്യുന്നു അത്രത്തോളം ഞാൻ എന്താകുന്നു? കർത്താവിനെ പോലെയാണ്. പ്രിയരെ, നമ്മള് ലോകത്തിന്റെ മഹത്വം ധ്യാനിക്കാമെങ്കിൽ we become more worldly. ലൗകികമാകുന്ന കാര്യങ്ങളുടെ മഹത്വമാണ് നമുക്ക് വലുതെങ്കിൽ നമ്മൾ ലൗകികരായിരിക്കും. ഈ കാര്യം തെളിയിക്കാനായിട്ട് ഒരു വാക്യം എടുത്ത് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഇതേ പദം മഹത്വം, തേജസ്, ഡോക്സ എന്ന് ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്ന അതേ പദമാണ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 8-ാം വാക്യം. യേശുവിനെ എങ്ങോട്ട് കൊണ്ടുപോയി? ഉയർന്നൊരു മലയിൽ കൂട്ടിക്കൊണ്ടുപോയി. അതിന്റെ തേജസ് സെയിം പദമാണ് ഉപയോഗിച്ചിരുന്ന ഗ്ലോറി. ഇംഗ്ലീഷിൽ ഗ്ലോറി തന്നെയല്ലേ? സ്പ്ലെൻഡർ, ഡോക്സ എന്ന പദമാണ് ഉപയോഗിച്ചിരുന്നത് ഗ്രീക്കിൽ. ഇതേ പദം മഹത്വം, തേജസ്, മഹിമ, പര്യായ പദങ്ങൾ. മഹിമ, തേജസ്, മഹത്വം. അപ്പൊ യേശുവിനെ എന്തോ കൊണ്ട് കാണിച്ചു? എന്തോ കൊണ്ട് കാണിച്ചേ? ലോകത്തിലുള്ളതിന്റെ എല്ലാം എന്തുകൊണ്ട് കാണിച്ചു? മഹത്വം കാണിച്ചു. മനസ്സിലാക്കണേ? യേശു കർത്താവിനെ ലോകത്തിലുള്ളതിന്റെ മഹത്വം കാണിച്ചു. അപ്പൊ ലോകത്തിലുള്ളതിന്റെ മഹത്വം കണ്ടിട്ട് ലോകത്തിലുള്ളതിന്റെ മഹത്വം ധ്യാനമാണെങ്കിൽ, ലോകത്തിലുള്ളത് നമുക്ക് വലുതെങ്കിൽ നമ്മൾ ആരായിത്തീരും? ലൗകികരാണ്. എന്നാൽ നമ്മൾ കർത്താവിന്റെ മഹത്വം നമ്മുടെ ധ്യാന വിഷയമാകുമ്പോൾ നമ്മൾ ആരാകും? യേശുവിനെ പോലാകും. ശ്രദ്ധിച്ചു കേട്ട് എന്റെ വാക്കുകളെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇതുകൊണ്ടാണ് ഈ ഹെൽത്ത് ആൻഡ് വെൽത്ത് ഗോസ്പൽ വേറൊരു സുവിശേഷമായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? ഈ ഹെൽത്ത് ആൻഡ് വെൽത്ത് ഗോസ്പൽ എന്നാ എന്നോട് പറയുന്നത്? അത് സ്വപ്നം കാണും. ഏത്? ബെൻസുകാർ സ്വപ്നം കാണും. അല്ലെങ്കിൽ ഒരു ലാൻഡ് ക്രൂയിസർ സ്വപ്നം കാണും. ഇതുകൊണ്ടേ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെങ്കിൽ ഈ ഹെൽത്ത് ആൻഡ് വെൽത്ത് ഗോസ്പല് ഇത് വേറൊരു സുവിശേഷമായിരിക്കുന്ന കാര്യമില്ല. അതെന്നോട് പറയുന്നത് കർത്താവിന്റെ തേജസ്സിനെ ധ്യാനിക്കാനല്ല പറയുന്നത്. പിന്നെ എന്തിനാ ധ്യാനിക്കാനാ പറയുന്നത്? ലോകത്തിലുള്ള 4 വീലും ഒരു വളയോ പിന്നെ കുറെ പാട്ടയോ ഉള്ള സാധനത്തെ ഞാൻ എന്ത് ചെയ്യണം? ധ്യാനിക്കണം. ഇതിനെ ഞാൻ ധ്യാനിച്ചാൽ ഞാൻ ആ നിലയിലേക്കായി പോകും. എന്നാൽ കർത്താവിനോട് അനുരൂപപ്പെടണമെങ്കിൽ ഞാൻ ധ്യാനിക്കേണ്ടത് ഏതാ? മനസ്സിലാക്കണേ? നിങ്ങളെല്ലാവരും എന്നോട് പറയും, അവരൊക്കെ യേശുവിനെ പറയുന്നു, ഇയാളാരാ ഈ പറയുന്നത്? എത്ര ആയിരങ്ങളാണ് അവിടെ വരുന്നത്? നിങ്ങളുടെ മനസ്സിൽ ചിന്ത ഉണ്ടെന്ന് എനിക്കറിയാം. ആയിരങ്ങളല്ല, 10,000-ങ്ങളല്ല, ലക്ഷക്കണക്കിനുണ്ടെങ്കിലും എന്റെ കയ്യിൽ തന്നേക്കുന്ന പുസ്തകം ഇതാ പറയുന്നേ. ഇതേ പറയുന്നുള്ളൂ, ഇതേ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. ഈ സുവിശേഷമായി പുസ്തകം പറയുന്നത്. ഏത് പുസ്തകം? ഏത് സുവിശേഷം? ഞാൻ കർത്താവിന്റെ തേജസ്സിനെ ധ്യാനിക്കണം. കർത്താവിനെ പോലെയാകണോ എന്റെ ധ്യാന വിഷയം? ഈ പറഞ്ഞതാകരുത്, ഈ പറഞ്ഞ സ്വപ്നം കാണലാകരുത്, ഈ പറഞ്ഞത് എഴുതി വെച്ചേച്ച് അത് എന്നും രാവിലെ നോക്കുന്ന പരിപാടി ആകരുത്. അതൊക്കെ തെറ്റാന്ന് തന്നെ ഞാൻ പറയും. അത് ശരിയല്ല. നമുക്ക് ചില ഗോൾസ് ഒക്കെ ഉള്ളതൊക്കെ ദാറ്റ് ഈസ് ഓക്കെ, അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എന്നാൽ എന്തെങ്കിലുമൊക്കെ സ്വപ്നം കണ്ടേച്ച് അതാണ്
വിശ്വാസം എന്നൊക്കെ പറയുന്നതും അത് ഏറ്റുപറയണമെന്നൊക്കെ പറയുന്നതല്ല വേദപുസ്തകത്തിലെ വിശ്വാസം. വേദപുസ്തകത്തിൽ എന്നോട് ആവശ്യപ്പെടുന്നത് ഞാൻ കർത്താവിനെ പോലെയാവണം, ഞാൻ കർത്താവിനെ പോലെ രൂപാന്തരപ്പെടണമെങ്കിൽ ഞാൻ കർത്താവിന്റെ തേജസ്സിനെ പ്രതിബിംബിക്കാനായിട്ട് തുടങ്ങണം. പ്രിയരെ, കർത്താവിന്റെ തേജസ് പോലെ പ്രതിബിംബിക്കാനായി ധ്യാനിക്കാനായി ഈ ലോകത്തിൽ എന്താവും? ഞങ്ങളുടെ നെയ്ബർ ആയിരിക്കുന്ന ഒരു പാടിയ പാട്ടിങ്ങനെ TK സാമുവേൽ ഇലന്തൂർ അദ്ദേഹം പാടിയത് ഇങ്ങനെ: എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാസ്തുലം, എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാസ്തുലം, ഇത്ര മഹാനായുത്തമനായി ഒരുത്തനെ ഉലകിൽ കാണുമോ, എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാസ്തുലം. ക്രിസ്തുവിന്റെ മഹിമ നിസ്തുലമാണ്. അതിനോട് പകരം വെക്കാനോ അതിനെ അടുത്തു വെക്കാനോ ഈ ലോകത്തിലെ ഒന്നുമില്ല. അപ്പൊ ക്രിസ്തുവിന്റെ മഹിമ എന്റെ ധ്യാന വിഷയമാണെങ്കിൽ ഞാൻ എന്താകും? ക്രിസ്തുവിനെ പോലെ കർത്താവിനോട് അനുരൂപപ്പെടുക. അപ്പൊ ക്രിസ്തുവിനെ പോലെ ഞാൻ ആകണമെങ്കിൽ ക്രിസ്തുവിന്റെ മഹിമ എന്റെ ധ്യാന വിഷയമാകണം. അതാ പൗലോസ് ഇവിടെ പറയുന്നത്. പ്രിയരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കർത്താവിന്റെ മഹിമ കണ്ടിട്ട് മാറാത്ത ഒരു വ്യക്തി പോലും ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിച്ചിരുന്നില്ല. യേശുവിന്റെ മഹിമ കണ്ട ശേഷം മാറ്റം വരാത്ത ആരും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആരൊക്കെ ദൈവത്തിന്റെ മഹിമ കണ്ടോ അവരുടെ ആരുടെയും ജീവിതം പിന്നെ പഴയതായിരുന്നില്ല. പഴയ നിയമം എടുക്ക, മോശയോട് ചോദിക്ക, മോശ എന്തോ കണ്ടു? മോശ പറയും മിസ്രയീമിലെ സകല മഹത്വം, മിസ്രയീമിലെ സകല പദവി, ഫറവോന്റെ പുത്രിയുടെ മകൻ, മിസ്രയീമിലെ നിക്ഷേപ വസ്തുക്കൾ. പക്ഷെ മോശ ഒരിക്കൽ വേറൊരു കാര്യം കണ്ടു. എന്തോ ആകണ്ടേ? കർത്താവിനെ കണ്ടു. കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോ മോശ പറയുകയാണ്, മിസ്രയീമിലെ നിക്ഷേപ വസ്തുക്കളെക്കാളും ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം. അപ്പൊ കർത്താവിനെ കണ്ട ശേഷം മാറ്റം വരാത്ത ആരുമില്ല. കനാൻ നാട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവരെ നയിച്ചുകൊണ്ട് വരുന്നവനാ മോശ. മോശയുടെയും അൾട്ടിമേറ്റ് താല്പര്യം അവിടെ പോകണമെന്നായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ മഹിമ താൻ കാണാൻ തുടങ്ങിയപ്പോ എന്നോട് കൃപയുണ്ടാകാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ എന്ന് പറയുകയും ആ അനുഭവത്തിലേക്ക് മോശ വരികയും ചെയ്തപ്പോ ദൈവം ഒരു ഓപ്ഷൻ അവരുടെ മുന്നിൽ കൊടുത്തു. ഞാൻ ദൂതനെ വിടാം, കനാൻ ദേശത്ത് വെക്കും. മോശ പറയുന്നത്, ദൂതം വന്ന് കനാൻ ദേശം തരാൻ നല്ല കാര്യം, നല്ല കാര്യം, ആഫ്റ്റർ ഓൾ അതിനു വേണ്ടിയിട്ടല്ലേ പുറപ്പെട്ടത്. അതല്ല മോശ പറഞ്ഞു. പിന്നെ മോശ എന്താ പറഞ്ഞു? നീ ഞങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ കർത്താവേ